ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 1000-ലധികം ടോയ്ലറ്റുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ചില ചെറിയ പ്രശ്നങ്ങൾ ആദ്യത്തെ ദിവസം വന്നിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണല്ലോ അന്ന്. ഇപ്പം എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ശബരിമലയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അവലോകന യോഗം കൂടും. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ വിവിധ വകുപ്പുകളാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് യോഗം ചേരാറുള്ളത് വൈകിട്ട് 8 മണിക്ക്. നിലയ്ക്കൽ ബേസ് ക്യാമ്പാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ആ സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് കൂടി എന്തെങ്കിലും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടുത്തെ കടക്കാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അവരെ കൂടി ഇരുത്തി ചർച്ച ചെയ്ത് അതാത് ദിവസം തന്നെ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യണം എന്നിപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിലയ്ക്കൽ എന്തെങ്കിലും വിഷയം ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മളിപ്പോൾ കുടിവെള്ളം ഏകദേശം 200ഓളം കിയോസ്കുകൾ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട്, ചുക്കുവെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസാദ വിതരണം നമ്മൾ ആലോചിച്ചത് ഇവിടെ 2 ക്ഷേത്രങ്ങൾ, പള്ളിയിറക്കാവും ശിവക്ഷേത്രവും. ഇവിടുത്തെ 2 മാത്രമല്ല, ശബരിമലയിലെ പ്രസാദം കൂടെ ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയണം. കാരണം അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ നിന്ന് ഇറങ്ങി അവരുടെ സ്വന്തം വാഹനമല്ല പമ്പയിൽ. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് നിലയ്ക്കൽ കൂടെ നമ്മൾ ആ പ്രസാദ വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഏറ്റവും നന്നായി ഈ കാര്യങ്ങൾ ചെയ്യാൻ 2 മാസം കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു പ്രശ്നം, നമുക്ക് ഈ ടാറ്റ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ അതിനെപ്പറ്റിയും ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, അവരിപ്പോൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ആകെ ഒരു തുക ഏകദേശം കണക്കാക്കിയിട്ടുള്ള 25 കോടിയോളം രൂപയാണ്. അത് അവർ പരിപൂർണമായി സൗജന്യമായി തന്നെ ചെയ്യാനാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ദേവസ്വം ബോർഡിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ പണം മുടക്കാതെ തന്നെ ആ ജോലി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണുന്നത് ഇവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈ ജനുവരി മാസം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വർക്ക് ആരംഭിക്കും. കുടിവെള്ളം കൂടുതൽ സംഭരിക്കാൻ കഴിയത്തക്ക രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കാൻ കഴിയത്തക്ക വാട്ടർ അതോറിറ്റിയുമായിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. നിലയ്ക്കൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള ഏർപ്പാട് എന്തായാലും അടുത്ത വർഷം നിലയ്ക്കൽ അങ്ങനെയൊരു പ്രതിസന്ധി വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് ഉറപ്പ് പറയുകയാണ്. അപ്പോൾ ഈ വർഷം കൊണ്ട് ഇപ്പം നമ്മൾ ആരംഭിച്ചു. ഇവിടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. വാഹനങ്ങൾ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ കൂടുതൽ സ്ഥലം ആവശ്യപ്പെട്ടു, പക്ഷേ ആ സ്ഥലം തരാതിരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ആകുകയാണെങ്കിൽ ഈ 300 ഏക്കർ കൊണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ഥലം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഇന്നിപ്പോൾ ഞങ്ങൾ ശബരിമല പോവാണ്. ഇന്നിപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ്, പുതിയ മെമ്പറുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പുതിയ മെമ്പർ ശബരിമല വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശബരിമലയിൽ എല്ലാ ദിവസവും എല്ലാ വകുപ്പുകളും ചേർന്ന് അവലോകന യോഗം ചേരുമെന്നും ഭക്തർക്കാവശ്യമായ സൌകര്യങ്ങൾ ഉടൻ തന്നെ സന്നിധാനത്തും ശബരിമലയിലും ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു.